എനിക്ക് എൻ്റെ പൊന്നുമോളെന്ന് കാണണം. പൊന്നുമോള്, നീ എന്താ നിന്റെ അമ്മയൊന്ന് കാണാൻ വരാത്ത? നിനക്ക് എന്നെ വേണ്ടേ മോളെ? ചേച്ചി ചേച്ചി വിളിക്കണ്ട, ചെറിയ മയക്കത്തിലാ മോള്. പക്ഷേ മോളുടെ കാര്യമൊക്കെ നല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട്. അമ്മയാ മോളെ? മോളെന്താ അമ്മയെ കാണാൻ വരാത്ത? മോക്കെന്താ ഈ അമ്മയെ വേണ്ടേ? മോളെ, അമ്മ. മോളെ കുറിച്ചുള്ള ആദ്യ ശാരികയുടെ ഇപ്പോഴത്തെ പ്രശ്നം. മോളെ ഒന്ന് കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ശാരികയുടെ പകുതി അസുഖം മാറിയേനെ. അതിപ്പോ അന്വേഷണം നടക്കുന്നുണ്ട്. ആരാ കൊണ്ടുപോയതെന്നോ എങ്ങോട്ടാ കൊണ്ടുപോയതെന്നോ ഒരറിവുമില്ല. നമ്മുടെ പോലീസല്ലേ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന അവസ്ഥയിലായിപ്പോ. ചെന്ന് പറഞ്ഞോണ്ടേയിരിക്കണം. എന്തെങ്കിലുമൊക്കെ നടപടിയെടുക്കാൻ അതേ വഴിയുള്ളൂ. എല്ലാവരും അവരവരുടേതായ വഴികളിലൂടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാ സത്യം. ചേച്ചിയുടെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാ? മോളെ കൊണ്ടുവന്ന് കാണിക്കാന്നുള്ളതാ ഏക പോംവഴി. അത് നടക്കാത്ത സ്ഥിതിക്ക് മരുന്നുകൾ കൊണ്ടൊരു ശ്രമം, അതാ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ശാരികയുടെ ഉള്ളിലെ ആദ്യം ബുദ്ധിമുട്ടുകളും ഒന്ന് കുറയ്ക്കാൻ കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യും. മെഡിസിൻ കൊണ്ട് മാറ്റാൻ പറ്റാത്ത പല അസുഖങ്ങളും ജീവിതത്തിലെ ചില നല്ല നിമിഷങ്ങൾ കൊണ്ടും നല്ല മുഹൂർത്തങ്ങൾ കൊണ്ടും മാറ്റാൻ കഴിയുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഉചിതമായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ ചെയ്യുക. ഒടുവിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കണമെന്ന് മാത്രം. ഞങ്ങൾക്ക് പോണം. എങ്ങും പോകുന്നില്ല. നിങ്ങൾ എങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ കാണണമെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? അമ്മ ഇല്ല നിങ്ങൾക്ക്. ഈ ഭാമ രാവിലെ തുടങ്ങിയല്ലേ? നിക്കണ്ട. എന്തൊരു കഷ്ടമായത്. ഞങ്ങൾക്ക് അമ്മയെ കാണണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് പോണം. നിങ്ങൾ ഒരിടത്തും പോകുന്നില്ല. നിങ്ങൾക്കിനി അമ്മയില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഞങ്ങൾക്ക് അമ്മയെ കാണണം. സത്യമ്മ അമ്മയെ വിളിക്ക്. എന്തിനാ ഭാമേ ഇവരെ ഇങ്ങോട്ട് കരയിപ്പിക്കുന്നേ? അവരെ അമ്മയുടെ അടുത്ത് വിട്. രാഘവേട്ടന് ഇതിൽ ഇടപെടണ്ട. നീ എന്തോരുമാരി പൊന്നി ശാലിന്റെ അവള് ജോലിക്ക് പോയാ? ശാലിനി അങ്ങ് ചത്തു. ഇനി ഇവരെ ഞാനാ വളർത്താൻ പോകുന്നത്. എന്തൊക്കെയാ ഭാമി നീ വിളിച്ചു പറയുന്നേ? നീ ശാലിന് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലേ അതില് ഈ കൊച്ചുങ്ങൾ എന്താ വിളിച്ചേ? ദേ ചുമ്മാ ഒരു കരയിപ്പിക്കാ ഭാമേ. മക്കളെ, നിങ്ങളുടെ അമ്മേ. ദേ രാഘവേട്ട, ആ മുടിഞ്ഞവളുടെ പേര് കേട്ടാ തന്നെ എനിക്ക് ഭ്രാന്ത് വരും. എന്റെ വിഷ്ണുവിന്റെ മക്കള് അവളെ അമ്മയെന്ന് വിളിക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. എന്ന് പറഞ്ഞ അങ്ങനാ? അമ്മ അമ്മ അല്ലാതാവോ?